മൈഗ്രെയിൻ്റെ കേസ് ഒരിക്കലും 1-2 വർഷത്തെ ഹിസ്റ്ററി ഉള്ളതായിരിക്കില്ല. എപ്പോഴും 10, 15, 30 വർഷത്തെ ഹിസ്റ്ററിയുമായിട്ടായിരിക്കും വരിക. ആൻഡ് ഇത്തരം ആളുകൾ ഒരിക്കലും ഇതിനൊരു പരിഹാരം വേണം എന്നുള്ള രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാറില്ല. കാരണം ഇത് ഇനി മാറില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലായിരിക്കും ഇത്തരം ആളുകൾ ഉണ്ടാവുക. എന്നാൽ വേറൊരു കേസിനൊക്കെ വരുന്ന സാഹചര്യത്തിലായിരിക്കും മിക്കപ്പോഴും ഗ്യാസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ്, ഫാറ്റി ലിവർ ഇത് സംബന്ധിച്ചിട്ട് വരുമ്പോഴാണ് ഈ ഒരു മൈഗ്രെയിൻ്റെ ഇഷ്യൂ അവർക്ക് ക്യൂറായി കിട്ടുന്നത്. ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ ഇഷ്യൂസ് എങ്ങനെയാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, നിരല ഹീലിംഗ് ഓസസിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പേഷ്യൻറ്റിന് വന്നിട്ട് 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു മൈഗ്രെയിൻ കേസായിരുന്നു. ആൻഡ് ഇവർ നടുവേദനയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നത്. നടുവേദനയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവർക്ക് വയറിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഈ ഒരു വയറിൻ്റെ ബുദ്ധിമുട്ട് മാറാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈജസ്റ്റ് പ്രോ പോലുള്ള അല്ലെങ്കിൽ ഗട്ട് ബാലൻസ്, പ്രൊബയോട്ടിക് ഇതൊക്കെ അവർക്ക് കൊടുത്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ മാറുകയും വയറിൽ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറുകയും ഡോക്ടറെ എനിക്കിപ്പോൾ തലവേദന വരുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ പറയുകയും ചെയ്തു. ആൻഡ് അവരൊരു 14 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻ്റാണ്. ഈ ഒരു 14 ദിവസവും അവർക്ക് തലവേദനയുടെ പ്രശ്നമുണ്ടായിരുന്നില്ല. അതിനർത്ഥം അവരുടെ മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് നമുക്ക് നല്ലൊരു ഡയറ്റും കൊടുത്തിരുന്നു. ആ ഡയറ്റിനകത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള, കാർബ് കുറഞ്ഞ ഡയറ്റാണ്. അതിലുപരി അവർ ഒട്ടും തന്നെ ഫൈബർ കണ്ടൻറ്റ് കഴിക്കാത്ത ഒരു പേഷ്യൻ്റ് ആയിരുന്നു. പച്ചക്കറികളും വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് ഒത്തിരി മടിയുള്ള കൂട്ടത്തിലുള്ളൊരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡയറ്റ് കൊടുത്ത സാഹചര്യത്തിൽ അവർ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം കഴിച്ചു, സൂപ്പ് കഴിക്കാൻ തുടങ്ങി, അവിയൽ, മീൻ ഒക്കെ കഴിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ഈ ഒരു നല്ല റിസൾട്ട് പേഷ്യൻറ്റിന് വന്നത്. മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് എപ്പോഴും വയറുമായിട്ട് കണക്റ്റഡ് ആണ്. ആദ്യം തന്നെ പറയാം, ഗട്ട് ബ്രെയിൻ ആക്സസ്. നമുക്ക് വയറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈൻഡ്, അതായത് നെർവസ് സിസ്റ്റം ഇറിറ്റേറ്റ് ആവുന്ന ഒരു ആക്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. വയറിനകത്ത് നമുക്ക് ഗ്യാസ് വരുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വയറിൽ ഗ്യാസ് വരില്ല. ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കഴിച്ച ഫുഡിനകത്ത് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉണ്ടാവുക, ദഹനക്കുറവ് ഉണ്ടാവുന്ന രീതി, ദഹിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അങ്ങനത്തെ മിസ്റ്റേക്സ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് വയറ് ഇറിറ്റേറ്റ് ആവുന്നത്. അങ്ങനെ വയറ് ഇറിറ്റേറ്റ് ആവുമ്പോൾ വയറ് ഡയറക്റ്റ് ബ്രെയിനുമായിട്ടും നെർവസ് സിസ്റ്റവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു നെർവസ് സിസ്റ്റം ഇറിറ്റേറ്റ് ആവുന്നു. അതുപോലെ തന്നെ ട്രൈജമൈനൽ നെർവൊക്കെ ഇറിറ്റേറ്റ് ആവുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു മൈഗ്രെയിൻ്റെ അറ്റാക്ക് ഉണ്ടാവുന്നു. ഇനി അടുത്ത ഒരു കാര്യം, എല്ലാവർക്കും അറിയാം, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും നോസിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വയറ് ക്ലിയർ ആവുകയാണെങ്കിൽ നമ്മുടെ മൈഗ്രെയിൻ്റെ പ്രശ്നം ക്ലിയർ ആവും. ഇത്തരം മൈഗ്രെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ട്രിഗേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു ട്രിഗേഴ്സിനെയാണ് പാമ്പർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആ ട്രിഗേഴ്സിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഫുഡാണ്. മിക്ക ആളുകൾക്കും ഫുഡ് കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും. അപ്പോൾ ഈ ഒരു നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സമയങ്ങളിൽ ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് സമയത്ത് കഴിക്കുക. അതുപോലെ തന്നെ വയറിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാത്ത ഫുഡായിരിക്കണം കഴിക്കാനുള്ളത്. ഒരുപാട് മധുരം അടങ്ങിയ ഫുഡ് കഴിക്കാതിരിക്കുക. മധുരം കട്ട് ചെയ്യാൻ പറ്റിയാലും നിങ്ങൾക്ക് മൈഗ്രെയിൻ കുറയുന്നതായിട്ട് കാണാം. ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ളതും ഓൾഡ് ചീസ് പോലുള്ള സാധനങ്ങളൊന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അമിതമായിട്ടുള്ള വെയിൽ കൊള്ളുന്നത് മൈഗ്രെയിൻ പേഷ്യൻസിന് നല്ലതല്ല. ട്രീറ്റ് ചെയ്യുന്ന സമയത്തായാലും ഇതൊരു ട്രിഗറായിട്ട് ഉള്ള ആളുകളാണെങ്കിലും അമിതമായ വെയിൽ കൊള്ളുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. വെയിലത്ത് പോകുന്ന സാഹചര്യത്തിൽ കുട പിടിക്കുക, വെയിൽ കൊള്ളാത്ത രീതിയിൽ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കാത്ത ആളുകളിൽ തലവേദന കണ്ടുവരാറുണ്ട്. വെള്ളത്തിൻ്റെ അംശം കുറയുന്നു, ഡീഹൈഡ്രേഷൻ വരുന്നു, വയറ്റിൽ ഗ്യാസ് കൂടുതലായി വരുന്നു, ആസിഡിറ്റി വരുന്നു, തലവേദന വരുന്നു. ഒരുപാട് കുത്തുന്ന മണങ്ങൾ, പങ്ക്ച്വൻ സ്മെല്ലൊന്നും ഇത്തരത്തിലുള്ള മൈഗ്രെയിനുള്ള ആളുകൾക്ക് പറ്റില്ല. അത്തരത്തിലുള്ള സ്മെല്ലുകൾ നിങ്ങൾ അതിലേക്ക് എക്സ്പോസ് ആവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഇത്തരം സ്മെല്ലുകളോട് പെട്ടെന്ന് പ്രതികരിക്കും. അതുപോലെ തന്നെ ഉറക്കം ഒരു വലിയ ഫാക്ടറാണ്. നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള 7 hours സ്ലീപ്പെങ്കിലും മൈഗ്രെയിൻ ഉള്ള ആളുകൾ പാലിച്ചിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് മൈഗ്രെയിൻ ഉള്ള ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു,
നിങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് മധുരമുള്ള ഫുഡ്, വയറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡെല്ലാം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നന്നായി കുടിക്കുക, ഹൈഡ്രേഷൻ നല്ല രീതിയിൽ വേണം, എന്നാലേ നിങ്ങൾക്ക് അസിഡിറ്റി വരാതിരിക്കുള്ളൂ. മാത്രമല്ല നല്ലൊരു വെള്ളം കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉന്മേഷമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുകയുള്ളൂ. ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് മൈഗ്രെയിനുള്ള ആളുകളുടെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനായിട്ട് കാര്യമാകാറുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് പോലുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണെങ്കിൽ അത് കഴിക്കാതിരിക്കുക. മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിച്ചാൽ അറിയാം, വയറ്റിൽ നിന്ന് പോവാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മൈഗ്രെയിൻ കൂടുതലായിട്ട് ട്രിഗർ ആവാറുണ്ട്. അപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് കാലങ്ങളായി ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യമായി വയറിനെ ക്ലിയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് പ്രോ, അതുപോലെ തന്നെ ഗട്ട് ബാലൻസ് പ്രോബയോട്ടിക് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വയറിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഡോക്ടറുടെ സഹായത്തോടു കൂടി വയറിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. ടോയ്ലറ്റിൽ പോകുന്നതും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ക്ലിയർ ആയി എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിയോ, അത്തരത്തിൽ നെർവസ് സിസ്റ്റത്തിനെ സെഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സൂതൻ ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. അതിലൊരു ട്രീറ്റ്മെൻറ്റാണ് ലാവൻഡർ ഓയിൽ ടെമ്പിൾ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് തലവേദന വരുമ്പോഴല്ല, എന്നും ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു നെർവസ് സിസ്റ്റത്തിനെ സെഡേറ്റ് ചെയ്ത് ഒരു കൂളാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കൂളിംഗ് പ്രാണായാമാസൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മൈഗ്രെയിൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ ചെയ്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈഗ്രെയിൻ തലവേദന വരുന്ന സാഹചര്യത്തിൽ ഒരു പെന്നെടുത്ത് നിങ്ങളുടെ പല്ലിൽ ഒന്ന് കടിച്ചു പിടിക്കുകയാണെങ്കിൽ ഇവിടെ ട്രൈജമൈനൽ നെർവ് കംപ്രസ് ആയിട്ടാണോ നിങ്ങൾക്ക് ഈ വേദന ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവുന്നത്, ഇവിടെ ഒരു മസിലുണ്ട്, സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് എന്ന് പറയുന്ന ഈ ഒരു മസിൽ വന്നിട്ട് ടൈറ്റ് ആവുന്നത് കാരണം ഈ ഒരു ഏരിയയിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ മസിൽ ടൈറ്റ്നസ് കാരണമാണോ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവുന്നതെന്ന് ശ്രദ്ധിക്കുക. ചില ആളുകളിലെങ്കിലും ഒരുപാട് ടെൻഷൻ എടുക്കുന്നത് കൊണ്ട് ടെൻഷൻ ഹെഡേക്ക് ആയിരിക്കാം. ആൻഡ് ചില ആളുകളിൽ സൈനസൈറ്റിസുമായിട്ട് ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ള ഹെഡേക്സും വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെഡേക്ക് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതിൽ മൈഗ്രെയിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വയറ്റിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറ്റാം. അതിപ്പോൾ 30 വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.